ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവയും മതി, കുറഞ്ഞ ടൈമും മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. സ്കൂളൊക്കെ വിട്ട് വരുന്ന നേരത്ത് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സാൻഡ്വിച്ചൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് വാങ്ങണ്ടേ. അതൊന്നുമില്ല, നമ്മൾ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെയുള്ള ബെൽ ബട്ടൺ ഓളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ കാണുന്ന ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊന്നും അളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര ചിക്കൻ പീസ് എടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടുകൊണ്ട് ഒന്ന് തിരുമ്മിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിനും. എന്നിട്ടിത് പിന്നെ കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ അതിന് നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നുവെച്ച് ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ചിക്കന് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് എടുക്കണ്ടേ. 1/4 കപ്പ് മാത്രം തന്നെ മതിയാവും വെള്ളം. എന്താണെന്ന് വെച്ചാൽ ചിക്കനൊന്ന് കുറച്ച് വെള്ളം ഊറി വരും. അപ്പോൾ ആ വെള്ളം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പാകയിക്കാറ് കേട്ടോ വേവൊക്കെ. പിന്നെ ഇതിൽ നമ്മൾ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ വെള്ളം പാടില്ല, ഇതേപോലെ ആ വെള്ളത്തിൽ വറ്റിച്ചിട്ട് എടുക്കണം. വെള്ളം അതിൽ തന്നെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിക്കൻ അത്ര തന്നെ ടേസ്റ്റ് വരില്ല കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. നമ്മളിങ്ങനെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് വലിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ എളുപ്പ പണിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിത് അധികവും ചോപ്പറിലിട്ടിട്ട് വലിച്ചെടുക്കല കേട്ടോ. ഒന്നുകൂടെ നല്ലത് ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് വലിച്ചെടുത്താൽ നമുക്ക് പീസായിട്ട് വരും. ഇത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ഒന്നും കൂടി ക്രഷായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എത്ര മണിക്ക്, ഇതിപ്പോൾ 5 മണിക്ക് മോൻ്റെ സ്കൂൾ വിടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4:30 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ കുറച്ച് അരമണിക്കൂർ പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കാൻ. പൊരിച്ച ചിക്കനൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ എടുത്താൽ മതി, ഇതുപോലെ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് അതിലേക്ക് ഞാനൊരു ഒരു സവാളൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഒരുപാട് സവാളയും ഒരുപാട് സാധനങ്ങളൊന്നും ഇട്ടിട്ട് കുത്തി നിറക്കരുത് കേട്ടോ. നമ്മളെ ആ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് പോകും. പിന്നെ ഒരു 2 പച്ചമുളകും ഒരു എന്താ പറയുക കുറച്ച് മല്ലിൻ്റെ ഇല, ഒരു 2 ടേബിൾ സ്പൂണോളം വരുള്ളൂ. മല്ലിൻ്റെ ഇല ഒന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ മയണൈസ് വേണം അതിൽ കിട്ടുക. മയണൈസ് ഞാൻ വീട്ടിൽ തന്നെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതല്ലേ മയണൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഓയിലുള്ളതും ഓയിലില്ലാത്തൊക്കെ മയണൈസ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് കോഴിമുട്ടയായിട്ടാണ് സാധാ മാതിരി മയണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ മയണൈസിൻ്റെയും കെച്ചപ്പിൻ്റെയും ഒക്കെ അളവ് അതും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം മയണൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഇനി കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അതല്ല ഇത് ടേസ്റ്റ് ഇഷ്ടമല്ല കുറച്ച് ഇഷ്ടമുള്ളൂ എന്നുണ്ടെങ്കിൽ അളവ് കുറച്ചും കൊടുക്കുക കേട്ടോ. മയണൈസാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ മയണൈസ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂണ് മയണൈസും 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കണം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറുനാരങ്ങൻ്റെ 1/4 ഭാഗത്തോളം എടുത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. ഒരു നേരിയൊരു പുളിപ്പ് രസം കൂടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് സാൻഡ്വിച്ചിന് കിട്ടൽ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ടോസ്റ്റ് ചെയ്തിട്ടൊന്നും എടുക്കാനൊന്നും നിൽക്കണില്ല. അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ സാൻഡ്വിച്ചിന് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ സാധാ മാതിരി ബ്രെഡിൻ്റെ ഉള്ളിൽ ബട്ടർ തേച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് പോണത്. ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊന്ന് ബട്ടർ തൂക്കിക്കാണ്ട്
ഒന്ന് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മൂടി, ഈ സാൻഡ്വിച്ചുമ്മേൽ അമർന്നിരിക്കുന്ന സൈസ് മൂടി വെച്ചിട്ട് നമ്മൾ ഇടിക്കല്ലുണ്ടാവില്ല, ഇടിക്കല്ലെടുത്ത് കണ്ട് അതിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് 2-3 സെക്കൻഡ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന അതിൽ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല അടിപൊളിയിൽ നമുക്ക് ഗ്യാസും വെച്ചിട്ട് തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ മോനെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും ഉണ്ടാക്കി കൊടുക്കണം എന്ന് വെച്ചിട്ട് ആ നേരം ആകുമ്പോഴത്തേനും തന്നെ ഞാൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ബ്രെഡിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കുകയും ചെയ്യട്ടോ. ചിലവർക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല. പിന്നെ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ നോക്കുക. നല്ല ചില ബ്രെഡ് ഉണ്ടാവില്ല, കല്ലും കഷ്ണം അരിയിക്കാരോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ എറിയാനൊക്കെ പറ്റുന്ന സൈസ് ബ്രെഡ് ആയിക്കാരം നമുക്ക് കടയിൽ നിന്ന് കിട്ടൽ. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് വഴിയുണ്ട്, നമുക്കൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി, ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. നമുക്ക് വീട്ടിൽ കഴിക്കാനും ഇങ്ങനെ അരികൊന്നും നല്ല മൊഞ്ചാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതേപോലെ തന്നെ മക്കൾക്ക് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അതിൻ്റെ അരിക് മുറിച്ച് കളയണമെന്നുള്ളൂ കേട്ടോ. ഈ അരിക് മുറിച്ച് കളയണത് വെറുതെ കളയൊന്നും വേണ്ട, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെ അരിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കത്തിൻ്റെ പല്ല് കൊണ്ടിട്ട് ഈ ചിക്കനൊക്കെ അതിന്മേൽ കയറിയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മുറിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിക്കാരം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ബ്രെഡൊക്കെ മുറിച്ചെടുക്കാം. ഇപ്പം നമ്മളെ കയ്യിലൊന്നും ഇപ്പോൾ അത് ഇല്ലല്ലോ, അപ്പോൾ ഉള്ള കത്തിയിട്ടൊക്കെ നമുക്ക് മുറിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിങ്ങനെ മടക്കി കാണിച്ചു തരാണ് കേട്ടോ. ഇതിൽ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിത് വീഡിയോ എടുക്കണമെന്ന് സത്യത്തിൽ വിചാരിച്ചതല്ല, പിന്നെ എനിക്ക് തോന്നി സിമ്പിളായിട്ട് എല്ലാവരും മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന നേരമല്ലേ, അപ്പോൾ നമുക്ക് അവർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം, എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള ഇതിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതെനിക്ക് 100% ഉറപ്പാണ് കേട്ടോ. മക്കൾക്കായാലും വലിയവർക്കായാലും ഇതെന്തായാലും ഇഷ്ടപ്പെടും. ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലാതെ ഇതേപോലെ തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഒന്നുമില്ല ഇതിനൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് വെറുതെ ആ മിക്സിൽ വെച്ചിക്കാണ്ട് നമുക്ക് കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ സാൻഡ്വിച്ച് മാതിരൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിക്കാണ്ട് ഈ ലെറ്റ്യൂസിൻ്റെ ഇലയും കൂടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നമുക്കിങ്ങനെ റോളാക്കി മടക്കിയിട്ട് നമുക്ക് ഷവർമ ഒക്കെ കഴിക്കൂലേ, അതേമാതിരി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. നല്ല നേരിയതാക്കിയിട്ട് ചപ്പാത്തിയൊക്കെ റുമാലി റൊട്ടീൻ്റെ മാതിരി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇത് നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാം, ലഞ്ച് ബോക്സ് ആയിട്ട് നമുക്ക് കൊടുത്തു വിടാനും നല്ലതാണ്. അപ്പോൾ അതാ ഞാനിതെല്ലതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം കേട്ടോ. ഓരോരുത്തർക്ക് 2 പീസ് വെച്ചിട്ട് കഴിച്ചാലും നല്ലോണം വയറ് നിറയാൻ മാത്രം ഉണ്ടാവും. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക, പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെന്ന് ഞാൻ കരുതാണ് കേട്ടോ. അപ്പോൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. പിന്നെ പുതിയ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.